അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രബുദ്ധമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളം ലജ്ജ കൊണ്ട് തലതാഴ്ത്തേണ്ടി വന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മണ്ണിൽ കേവലം സംശയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉള്ളിൽ നിറച്ചുവച്ച അപരവിദ്വേഷത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യജീവൻ കൂടി ക്രൂരമായി തല്ലിക്കിഴുകപ്പെട്ടിരിക്കുന്നു. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് നടന്നത് വെറുമൊരു ആൾക്കൂട്ട ആക്രമണമല്ല, മറിച്ച് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നമ്മൾ കേട്ടുശീലിച്ച വംശീയ ഉന്മൂലനത്തിൻ്റെ കേരളീയ പതിപ്പാണ്. വിശപ്പിനു വേണ്ടി നാടുവിട്ടുവന്ന ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായൺ എന്ന യുവാവിനെയാണ് സംഘപരിവാർ ക്രിമിനലുകൾ വളഞ്ഞിട്ട് തല്ലിക്കൊന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനായിരുന്നു ആ പാവത്തെ അവർ കൊന്നത്? അവൻ ചെയ്ത തെറ്റെന്തായിരുന്നു? അവൻ്റെ പേര് റാം നാരായൺ എന്നായിരുന്നിട്ടും അവൻ്റെ വേഷവും രൂപവും കണ്ട് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. നോക്കൂ, എത്ര ആഴത്തിലാണ് വർഗീയതയുടെ വിഷം ഈ സമൂഹത്തിൽ കുത്തിവയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ കണ്ടാൽ അവനിലെ പച്ചപ്പാവം മനുഷ്യനെ കാണാതെ അവൻ്റെ ദേശവും ജാതിയും തിരയുന്ന, അവനെ അപരനായി മുദ്രകുത്തി തല്ലിക്കൊല്ലുന്ന ഈ പ്രാകൃത മനസ്സ് എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത്? ഇത് കേവലം ഒരു മോഷ്ടാവിനെ പിടിച്ചതല്ല, മറിച്ച് ഉത്തർപ്രദേശിലും ഹരിയാനയിലുമൊക്കെ നടക്കുന്നതുപോലെ ന്യൂനപക്ഷങ്ങളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യമിട്ട് സംഘപരിവാർ നടത്തുന്ന ഹെയ്റ്റ് പൊളിറ്റിക്സിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ബാക്കിയാണ് പാലക്കാട് കണ്ടത്. ഈ സമയത്താണ് നമ്മൾ മറ്റൊരു നിർണായകമായ ശബ്ദം ശ്രദ്ധിക്കേണ്ടത്. സംഘപരിവാറിൻ്റെ ഉള്ളുകള്ളികൾ കൃത്യമായി അറിയാവുന്ന, കാലങ്ങളോളം ആ പ്രസ്ഥാനത്തിനു വേണ്ടി സംസാരിച്ച, എന്നാൽ ഇന്ന് വെറുപ്പിൻ്റെ പാത വെടിഞ്ഞ് നന്മയുടെ പക്ഷത്തേക്ക്, മതേതരത്വത്തിൻ്റെ പക്ഷത്തേക്ക് കടന്നുവന്ന ശ്രീ സന്ദീപ് വാര്യരുടെ വാക്കുകൾ. സംഘപരിവാർ ഗൂഢാരം വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഈ സംഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് നോക്കൂ: പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം നാരായൺ എന്ന യുവാവിനെ തല്ലിക്കൊന്ന വാർത്ത കേവലം ഒരു ആൾക്കൂട്ട ആക്രമണമല്ല, ഇത് ഉത്തർപ്രദേശിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ RSS ക്രിമിനലുകൾ നടപ്പിലാക്കിയ പച്ചയായ വർഗീയ കൊലപാതകമാണ്. അദ്ദേഹം അവിടെ നിർത്തുന്നില്ല. ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ വികാരത്തെ അദ്ദേഹം തുറന്നുകാട്ടുന്നു. നീ ബംഗ്ലാദേശികാരനാണോ എന്ന് ചോദിച്ചായിരുന്നു ആ മർദ്ദനം. കേവലം സംശയത്തിൻ്റെ പേരിലല്ല, മറിച്ച് വിദ്വേഷം തലയ്ക്ക് പിടിച്ച BJP RSS പ്രവർത്തകരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ. സംഘപരിവാർ പടച്ചുവിടുന്ന അപരവിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഇരയായി റാം നാരായൺ മാറിപ്പോയി എന്നത് മാത്രമാണിവിടെ സംഭവിച്ചത്. നമ്മൾ ചിന്തിക്കണം, ആരാണിത് പറയുന്നത്? വർഷങ്ങളോളം BJPയുടെ മുഖമായിരുന്ന, അവരുടെ രാഷ്ട്രീയത്തെ ന്യായീകരിച്ചിരുന്ന സന്ദീപ് വാര്യരാണ്. അദ്ദേഹം ഇന്ന് ആ വെളുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത, അപരവിദ്വേഷം മാത്രം പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നന്മയുടെ പക്ഷത്തേക്ക് കടന്നുവന്ന ശ്രീ സന്ദീപ് വാര്യരുടെ വാക്കുകൾ. പ്രതികൾ RSSകാരാണെന്നും അവരെ രക്ഷിക്കാൻ ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നു. അദ്ദേഹം തൻ്റെ കുറിപ്പിൽ ആവശ്യപ്പെടുന്നത് ഇതാണ്: ഈ കൊലയാളികളെ സംരക്ഷിക്കാനും നിയമത്തിൽ നിന്ന് രക്ഷിക്കാനും BJP RSS സംസ്ഥാന ജില്ലാ നേതാക്കൾ സജീവമായി രംഗത്തുണ്ട്. ഭരണകൂടം ഈ ഒത്തുകളി അനുവദിക്കരുത്. സന്ദീപ് വാര്യർ എന്ന മനുഷ്യൻ ഇന്ന് സത്യത്തിൻ്റെ പക്ഷത്താണ്. താൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം എത്രത്തോളം ക്രൂരമായാണ് മനുഷ്യരോട് പെരുമാറുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെക്കൊണ്ട് ഇത്രയും ശക്തമായി പ്രതികരിപ്പിക്കുന്നത്. സന്ദീപ് വാര്യർ നൽകുന്ന മുന്നറിയിപ്പ് നമ്മൾ അവഗണിക്കരുത്. കേരളത്തിൻ്റെ മണ്ണിൽ ഉത്തരേന്ത്യൻ മോഡൽ വിദ്വേഷ രാഷ്ട്രീയത്തിന് വിത്തിടാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതാവണം ഈ കേസ്. ഇവിടെ കൊല്ലപ്പെട്ടത് റാം നാരായൺ എന്ന പാവം മനുഷ്യനാണ്, പക്ഷേ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ സമാധാനത്തെയാണ്. BJPയും RSSും കാലങ്ങളായി പയറ്റുന്ന വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിലും വേരുപിടിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കൊലപാതകം. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊല്ലുമ്പോൾ നാളെ അതാർക്കെതിരെയും തിരിയാം. വേഷം നോക്കിയും പേര് നോക്കിയും ഭക്ഷണം നോക്കിയും മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു സംസ്കാരം ഇവിടെ വളരാൻ നമ്മൾ അനുവദിക്കണോ? വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നന്മയുടെയും മതേതരത്വത്തിൻ്റെയും പക്ഷത്തേക്ക് കടന്നുവന്ന സന്ദീപ് വാര്യർ പോലുള്ളവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. കാരണം ആ വെറുപ്പിൻ്റെ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണവർ. നമുക്ക് വേണ്ടത് സ്നേഹമാണ്, സമാധാനമാണ്. മനുഷ്യനെ പച്ചയായി തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ടങ്ങളല്ല, മറിച്ച് വിശക്കുന്നവൻ അന്നം കൊടുക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. ഈ ക്രൂരതയ്ക്കെതിരെ റാം നാരായണന് നീതി ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് ശബ്ദമുയർത്താം. സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഈ വിദ്വേഷ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് ചെറുത്തേ മതിയാകൂ.
നിയമത്തിന് മുന്നിൽ ആ കൊലയാളികളെ കൊണ്ടുവരുന്നതുവരെ, അവരെ സംരക്ഷിക്കുന്ന നേതാക്കളുടെ മുഖമൂട് അഴിയുന്നതുവരെ നമ്മുടെ പ്രതിഷേധം തുടരുക തന്നെ വേണം. സർവശക്തൻ നമ്മെ സത്യത്തിൻ്റെ പാതയിൽ നിലനിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.